आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഭക്തി കാലഘട്ടത്തിലെ തന്നെ മഹാനായ കവി ഗോസ്വാമി തുളസിദാസ് രചിച്ച ദോഹയാണ് പഠിക്കാൻ പോകുന്നത്. ദോഹ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഗോസ്വാമി തുളസിദാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ ഭക്തി കാലഘട്ടത്തിലെ സഗുൺ ഭക്തി കാവ്യത്തിലെ രാമഭക്തി ശാഖയിലെ മഹാനായ കവിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനവും മരണവും ഇപ്പോഴും വിവാദമായിട്ടിരിക്കുകയാണ്. പലരും പല ഡേറ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ചിലർ പറയുന്നു 1497 ഇസ്വിയിലാണ് അദ്ദേഹം ജനിച്ചത്. ചിലർ പറയുന്നു 1511. അങ്ങനെ പല ഭിന്ന അഭിപ്രായങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ രാജ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം ഒരു രാമഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ആത്മാരാം ഢൂബെ, അതുപോലെ മാതാവിൻ്റെ പേര് ഹുലസി എന്നായിരുന്നു. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം. തുളസിദാസിൻ്റെ വിവാഹം ദീനബന്ധു പാഠക് എന്ന് പറയുന്ന വ്യക്തിയുടെ മകളായ രത്നാവലിയുമായിട്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയെ അതിയായി സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ജാതിപരമായിട്ടും മതപരമായിട്ടും സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വളരെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് നരഹരി ദാസ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് ശ്രീരാമചരിതമാനസം. ഏറ്റവും പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ രചനയാണ്. മറ്റു രചനകൾ ഇപ്രകാരമാണ്: വിനയ് പത്രിക, ഗീതാവലി, കവിതാവലി, കൃഷ്ണഗീതാവലി, ബർവേ രാമായൺ, ദോഹാവലി തുടങ്ങിയവ. തുളസിദാസിൻ്റെ അദ്ദേഹം ആരാധിക്കുന്ന രാമൻ എന്ന് പറയുന്നത് ദശരഥ പുത്രനായ രാമനാണ്. അതായത് മര്യാദ പുരുഷോത്തമനായ രാമനെയാണ്. അദ്ദേഹം രാമഭക്തിയിലൂടെ സമൂഹത്തിൽ പ്രചലിച്ച അത്യാചാരങ്ങളും അനാചാരങ്ങളും ജാതി മതഭേദങ്ങളുമൊക്കെ തുടച്ചു നീക്കാനാണ് അദ്ദേഹം രാമഭക്തിയിലൂടെ ശ്രമിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തുളസിദാസിനെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് ശ്രീരാമചരിതമാനസം. ഇതുകൂടാതെ രാമായണം രചിച്ചിരിക്കുന്നത് വാത്മീകി, അതായത് രാമായണത്തിലെ ഒരു കഥാപാത്രമായ വാത്മീകിയാണ് ശരിക്കത്തെ രാമായണം രചിച്ചിരിക്കുന്നത്. തുളസിദാസ് രചിച്ചിരിക്കുന്ന മഹാകാവ്യത്തിൻ്റെ പേര് ശ്രീരാമചരിതമാനസ് എന്നാണ്. ഇതിനെ ടോട്ടലായിട്ട് 8 കാണ്ഡം ആയിട്ട്, അതായത് 8 അധ്യായങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് ബാലകാണ്ഡമാണ്. രണ്ടാമത്തത് അയോധ്യാകാണ്ഡം. മൂന്നാമത്തത് അരണ്യകാണ്ഡം. നാലാമത്തത് കിഷ്കിന്ധാകാണ്ഡം. അഞ്ചാമത്തത് സുന്ദരകാണ്ഡം. ആറാമത്തത് ലങ്കാകാണ്ഡം. ഏഴാമത്തത് ഉത്തരകാണ്ഡം. എട്ടാമത്തത് ലവ് കുഷ് കാണ്ഡ്. ഇങ്ങനെ 8 ഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ 8 അധ്യായങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. രാമായണത്തിൽ, അതായത് വാത്മീകി രാമായണം ആയിക്കോട്ടെ, തുളസിദാസിൻ്റെ ശ്രീരാമചരിതമാനസമായിക്കോട്ടെ, ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് അധ്യായങ്ങളും സംഭവ
ബഹുലമാണ് രാമായണം. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ശ്രീരാമൻ, സീത, ഹനുമാൻ. വളരെ പരമഭക്തനായിരുന്നു, രാമഭക്തനായിരുന്നു ഹനുമാൻ. നമുക്ക് പഠിക്കാനുള്ള ദോഹയിൽ മുഖ്യ കഥാപാത്രം ഹനുമാനാണ്. ഹനുമാനിൻ്റെ ഭക്തിയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൂടാതെ രാവണൻ തുടങ്ങിയവരെയാണ് നമുക്ക് ഈ ദോഹയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ദോഹ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ദോഹയിലെ ഹനുമാൻ ആരാണെന്നും ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, വിഷ്ണു അവതാരമാണ് രാമൻ. രാമായണം ആയിക്കോട്ടെ, ശ്രീരാമചരിത മാനസമായിക്കോട്ടെ, രണ്ടിലും പറയുന്നത് രാമൻ്റെ കഥ തന്നെയാണ്. രാമൻ കൂടാതെ ഉള്ള കഥാപാത്രങ്ങളാണ് സീത, ലക്ഷ്മണൻ, ഹനുമാൻ, രാവണൻ, ഭരതൻ, കൗസല്യ, സുമിത്ര, കൈകേയി, ദശരഥൻ. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് അധ്യായങ്ങളും രാമായണത്തിൽ അല്ലെങ്കിൽ ശ്രീരാമചരിത മാനസത്തിലുണ്ട്. ദശരഥപുത്രൻ രാമൻ, അയോധ്യ രാജാവായ ദശരഥൻ്റെ പുത്രനാണ് രാമൻ. ദശരഥന് 3 റാണികളുണ്ടായിരുന്നു, അതായത് 3 പത്നിമാരുണ്ടായിരുന്നു. അവരുടെ പേരാണ് കൗസല്യ, സുമിത്ര, അതുപോലെ കൈകേയി. നമ്മുടെ കൗസല്യയുടെ പുത്രനാണ്, അതായത് മൂത്ത പുത്രനാണ് നമ്മുടെ രാമൻ. സുമിത്രയുടെ പുത്രന്മാരാണ് ലക്ഷ്മണനും അതുപോലെ ശത്രുഘ്നനും. നമ്മുടെ കൈകേയിയുടെ പുത്രനാണ് ഭരത്. ശ്രീരാമൻ്റെ പത്നിയുടെ പേര് സീത എന്നാണ്. ഹനുമാൻ ശ്രീരാമൻ്റെ പരമഭക്തനും സേവകനുമൊക്കെയാണ്. അതുപോലെ ലങ്കയിലെ രാജാവാണ് രാവണൻ, രാക്ഷസന്മാരുടെ രാജാവാണ്. രാമനെ ദശരഥൻ, അതായത് ജ്യേഷ്ഠൻ, അതായത് ഏറ്റവും മൂത്ത മകനാണ് രാമൻ. അപ്പോൾ രാമനെയാണ് രാജാവാക്കാൻ നമ്മുടെ ദശരഥൻ തീരുമാനിച്ചിരുന്നത്. അതിനിടയിൽ കൈകേയി അത് തടസ്സപ്പെടുത്തുകയും കൈകേയിക്ക് ഒരു വരം കൊടുത്തിരുന്നു. ആ വരം ആവശ്യപ്പെടുകയും രാമനെ 14 വർഷം വനവാസത്തിന് വിടേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഭരതനെ രാജാവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം കൈകേയി പ്രയോഗിക്കുകയും വനവാസത്തിനായി രാമൻ, സീതയും ലക്ഷ്മണനും കൂടെ പുറപ്പെടുകയും ചെയ്യുന്ന കഥ. അങ്ങനെ അവർ വനവാസത്തിൽ ഏർപ്പെടുന്ന സമയത്ത് രാക്ഷസ രാജാവായ ലങ്കയിലെ രാജാവായ രാവണൻ രാമൻ്റെ പത്നിയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന സന്ദർഭം. അങ്ങനെ രാമൻ്റെ പരമഭക്തനായ ഹനുമാനെ സീതയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലങ്കയിലേക്ക് വിടുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഒരു സന്ദർഭമാണ് സുന്ദരകാന്ഡം എന്ന് പറയുന്ന അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആ സുന്ദരകാന്ഡം അല്ലെങ്കിൽ സുന്ദര അധ്യായത്തിലുള്ള ഒരു ഭാഗമാണ് ഈ ദോഹ. അപ്പോൾ ഈ ദോഹയിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ തുളസിദാസിൻ്റെ ശ്രീരാമചരിത മാനസം എന്ന് പറയുന്ന ഈ മഹാകാവ്യം അവധി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. നമുക്ക് ദോഹയിലേക്ക്
കടക്കാം. हनुमान ते ही परसा कर पुनि किन है प्रणाम, राम काजू किन्हे बिनु मोहि कहाँ विश्राम. राम काजू सबु करिहु तुम भल बुद्धि निधान, आशीष देह गई सो हर्षि चलेऊ हनुमान. फूर रखवारे देखी बहु कभी मन कीन विचार, अधि लघु रूप धर निसी नगर खरो പൈസാർ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ദോഹകൾ. 3 ദോഹയുണ്ട്. ആദ്യത്തെ ദോഹയുടെ അർത്ഥതലത്തിലേക്ക് നമുക്ക് കടക്കാം. ഹനുമാൻ തേഹി പരസാക്കർ പുനി കിൻഹി പ്രണാം, രാം കാജു കിൻഹെ ബിനു മോഹി കഹാം വിശ്രാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സന്ദർഭം, അതായത് സുന്ദരകാന്ഡത്തിലെ ഒരു ഭാഗമാണ്. ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ച് രാമൻ്റെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച് പോകുന്ന സന്ദർഭമാണ് ഇവിടെ. ഇത് സുന്ദരകാന്ഡത്തിൽ നിന്നെടുത്ത ദോഹയാണ്. ഹനുമാൻ തൻ്റെ സീതാദേവിയെ, തൻ്റെ മാതാവിനെ അന്വേഷിച്ചുകൊണ്ട് സമുദ്രം കടന്ന് വായുമാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മൈനാക് പർവ്വതം എന്ന് പറയുന്ന പർവ്വതം നമ്മുടെ സാഗരത്തിനടിയിൽ കിടക്കുന്ന ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തോട് സമുദ്രം നിർദ്ദേശിക്കുന്നു. അതായത് ഹനുമാൻ വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്രമിക്കാൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് ഈ പർവ്വതത്തോട് സമുദ്രം നിർദ്ദേശിക്കുകയും അങ്ങനെ മൈനാക് പർവ്വതം എന്ന് പറയുന്ന ഈ പർവ്വതം സമുദ്രത്തിന് മുകളിലായിട്ട് ഉയർന്നു വരികയും നമ്മുടെ ഹനുമാന് വേണ്ടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ദോഹയുടെ സന്ദർഭം. അപ്പോൾ ആ സമയത്ത് പർവ്വതത്തോട്, അതായത് പർവ്വത്തെ സ്പർശിച്ചുകൊണ്ട് പ്രണാമം ചെയ്തുകൊണ്ട് ഹനുമാൻ പർവ്വതത്തോട് പറഞ്ഞു, എനിക്ക് ശ്രീറാം ഭഗവാൻ എനിക്ക് തന്ന ജോലി കഴിഞ്ഞേ എനിക്ക് വിശ്രമമുള്ളൂ, അത് കഴിയാതെ എനിക്ക് വിശ്രമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ഹനുമാൻ വീണ്ടും തൻ്റെ യാത്ര തുടരുകയാണ്. ഈ മൈനാക് പർവ്വതം എന്ന് പറയുന്ന ഈ പർവ്വതത്തിൻ്റെ പിന്നിലും ഒരു ചെറിയ കഥയുണ്ട്. അതായത് പണ്ട് പുരാണ കഥയിൽ പറയുന്ന ഒരു കഥയാണ്. പണ്ട് പർവ്വതങ്ങൾക്കൊക്കെ ഒരു ചിറക് ഉണ്ടായിരുന്നു. ഇങ്ങനെ പറന്നുയർന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പർവ്വതങ്ങൾക്കൊക്കെ ചിറകുള്ളത് കാരണം പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ പറന്നു നടക്കുമായിരുന്നു. അതൊക്കെ ജനങ്ങൾക്കൊരു ഭീഷണിയായിട്ട് മാറുകയും ജനങ്ങൾ എല്ലാവരും ദേവലോകത്ത് വന്ന് ഇന്ദ്രനോട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ഇന്ദ്രൻ തൻ്റെ വജ്രായുധം ഉപയോഗിച്ചുകൊണ്ട് പർവ്വതങ്ങളുടെ ചിറകരിക്കുകയും, അപ്പോൾ ഇന്ദ്രദേവനം ഭയന്ന് ഈ മൈനാക് എന്ന് പറയുന്ന പർവ്വതം സാഗരത്തിൻ്റെ അല്ലെങ്കിൽ കടലിൻ്റെ അടിയിൽ പോയിട്ട്, സമുദ്രത്തിൻ്റെ അടിയിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു. ആ പർവ്വതമാണ് മൈനാക് പർവ്വതം. ഇത്രയുമാണ് ഈ ദോഹയുടെ ഭാവാർത്ഥം. നമുക്കൊരിക്കൽ കൂടി ദോഹയിലേക്ക് കടന്നു നോക്കാം. ഹനുമാൻ തേഹി परसाकर पुनि कीन ही प्रणाम. हनुमान तेही मीन्स उसे, परसाकर मीन्स स्पर्श करके, पुनि पुनि मीन्स फिर भी, फिर से വീണ്ടും എന്നുള്ള അർത്ഥമാണ്. കിൻഹ് കിൻഹി എന്ന് പറഞ്ഞാൽ
ഉസ്ക അല്ലെങ്കിൽ ഉൻക. പ്രണാം, പ്രണാം മീൻസ് പ്രണാം. റാം കാജു, റാം രാമൻ. കാജു മീൻസ് ക്യൂ. കിൻഹെ, കിൻഹെ മീൻസ് ജിനെ. ബിനു മോഹി കഹാം വിശ്രാം. ബിന, ബിനു മീൻസ് ബിന. മോഹി മീൻസ് മുജെ. കഹാം വിശ്രാം, എവിടെയാണ് വിശ്രമം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഹനുമാൻ സീതാദേവിയും അന്വേഷിച്ച് ലങ്കയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഈ മൈനാക പർവ്വതത്തെ സ്പർശിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് വിശ്രമിക്കാൻ ആവശ്യപ്പെടുകയും സമുദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം മൈനാക പർവ്വതം ഹനുമാനോട് ഇവിടെ വിശ്രമിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയുകയും ആ സമയത്ത് ഹനുമാൻ മൈനാക പർവ്വതത്തോട് പറയാണ്, രാമകാജു കിനെ ബിനു മോഹി കാ വിശ്രാം. എൻ്റെ രാമൻ അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പൂർത്തീകരിച്ചിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ, അല്ലാതെ ഞാൻ വിശ്രമിക്കില്ല എന്ന് പറയുന്ന സന്ദർഭമാണ് ഈ ദോഹയുടെ അർത്ഥം. അടുത്ത ദോഹയിലേക്ക് കിടക്കാം. രാമകാജു സബു കരിഹു തും ഭൽ ബുദ്ധി നിദാൻ ആശിഷ് ദേഹ് ഗയി ഹർഷി ചലേവു ഹനുമാൻ. അങ്ങനെ സീതാദേവിയും അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇങ്ങനെ മൈനാക പർവ്വതം വന്ന് വിശ്രമിക്കാൻ പറയുന്നു. അടുത്തതായിട്ടുള്ള സന്ദർഭമാണ് നമുക്ക് അടുത്ത ദോഹയിൽ പറയാനുള്ളത്. സീതാദേവി ലങ്കയിൽ രാവണൻ അശോകവനത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് അസുരന്മാരും കാവലാളും അതുപോലെ കാവൽക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ വീണ്ടും സീതാദേവിയെയും അന്വേഷിച്ച് അല്ലെങ്കിൽ സീതാദേവിയുടെ അടുത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഹനുമാൻ്റെ ബുദ്ധിയും കഴിവും അറിയാൻ വേണ്ടിയിട്ട് എത്രത്തോളം കഴിവുള്ള ഒരാളെയാണ് ശ്രീരാമൻ ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദേവലോകത്തുനിന്ന് ഒരു സുരസ എന്ന് പറയുന്ന, അതൊരു സമുദ്രത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സമുദ്രത്തിലുള്ള ഒരു നാഗമാതയാണ്. അവർ രാക്ഷസി രൂപത്തിൽ വരികയും ഹനുമാനെ പരീക്ഷിച്ച് നോക്കുകയും ചെയ്യുകയാണ്. എത്രത്തോളം ബുദ്ധിയും കഴിവും ഉണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവലോകത്തുനിന്ന് അയച്ചതാണ്. അവർ ശരിക്കും ഒരു നാഗമാതയാണ്. രാക്ഷസ രൂപം കൊണ്ടിട്ട് ഹനുമാൻ്റെ മുന്നിൽ വരികയും ഹനുമാനെ വിഴുങ്ങാൻ പോവുകയാണെന്ന് പറയുകയും അങ്ങനെ ഹനുമാൻ തൻ്റെ ശരീരം വളരെ വലുപ്പം ഉണ്ടാക്കുകയും വലിയ ശരീരമാക്കുകയും അതിനനുസരിച്ച് രാക്ഷസി അതായത് നാഗമാതയും തൻ്റെ വായ വളരെ ആക്കുകയും ഹനുമാൻ പെട്ടെന്ന് തന്നെ തൻ്റെ വലിപ്പം കുറയ്ക്കുകയും നമ്മുടെ നാഗമാതയുടെ വായ്ക്കകത്ത് പോവുകയും തിരിച്ചു വരികയും ചെയ്തു. അതായത് നാഗമാത ഹനുമാനെ വിഴുങ്ങാൻ പോവുകയാണെന്ന് പറയുകയും ഹനുമാൻ അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വളരെ തന്ത്രപൂർവ്വം തൻ്റെ കഴിവനുസരിച്ച് ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് സന്തുഷ്ടിയായിട്ട് ആ രാക്ഷസ രൂപത്തിൽ നിന്ന് നാഗമാതയിലേക്ക് അവർ പോവുകയും ഹനുമാനെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് രണ്ടാമത്തെ ദോഹയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദോഹയിലേക്ക് നമുക്ക് കടക്കാം. രാമകാജു സബു കരിഹു തും ഭൽ ബുദ്ധി നിദാൻ ആശിഷ് ദേഹ് ഗയി സോ ഹർഷി ചലോ ഹനുമാൻ. റാം മീൻസ് റാം, കാജു മീൻസ് ക്യൂ, സബു കരിഹു തും ഭൽ ബുദ്ധി നിദാൻ. അതായത് രാമൻ അയച്ച എന്തിനു വേണ്ടിയിട്ടാണ് നിന്നെ അയച്ചത്, നിൻ്റെ ബുദ്ധിയും ഫലവും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവലോകത്തുനിന്ന് രാക്ഷസി രൂപത്തിൽ നാഗമാത സമുദ്രത്തിൽ ഉയർന്നു വരികയും അങ്ങനെ വലിയ ശരീരമാക്കുകയും വായ അത്രയ്ക്കും ഒരു വലിയ മനുഷ്യനെ വിഴുങ്ങാന്നുള്ള തരത്തിൽ വായ്ക്കും വലിപ്പം സൃഷ്ടിക്കുകയും
ഹനുമാൻ വളരെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് തന്ത്രപൂർവ്വം നാഗമാതയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം. അങ്ങനെ അതിനുശേഷം ആശിഷ് ദേഹ് ഗൈ സോ ഹർഷി ചലയോ ഹനുമാൻ. അതിനുശേഷം നാഗമാതാവ് വളരെ സന്തുഷ്ടിയായിട്ട് പ്രസന്നയായിട്ട് അവരെ ആശീർവദിക്കുകയും ഹനുമാനെ ആശീർവദിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി ഹർഷി സന്തോഷം ഹനുമാൻ ചലയോ ചലാ ജാത്ത ഹെ ഹനുമാൻ ചലാ ജാത്ത ഹെ. ഇത്രയുമാണ് രണ്ടാമത്തെ ദോഹയുടെ ഭാവാർത്ഥം. അതായത് ഹനുമാൻ്റെ ബുദ്ധിയും ശക്തിയും അറിയാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവലോകത്തു നിന്ന് അയച്ച ഒരു നാഗമാത രാക്ഷസി രൂപം കൊള്ളുകയും ഹനുമാനെ പരീക്ഷിക്കുകയും അതിൽ സന്തുഷ്ടിയായിട്ട് നമ്മുടെ നാഗമാത ഹനുമാനെ അനുഗ്രഹിക്കുകയും സന്തോഷത്തോടു കൂടി ഹനുമാൻ തിരിച്ച് തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത്രയുമാണ് രണ്ടാമത്തെ. ഇനി നമുക്ക് മൂന്നാമത്തെ ദോഹയിലേക്ക് കടക്കാം. മൂന്നാമത്തെ ദോഹ ഇപ്രകാരമാണ്: പുർ രഖ്വാരെ ദേക്കി ബഹു കബി മൻ കിൻ ഹി വിചാർ അതി ലഘു രൂപ് ധരോ നിസി നഗർ കരോ പൈസാർ. അങ്ങനെ ഹനുമാൻ സീതാദേവിയും തേടി അന്വേഷിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ലങ്കയിൽ, അതായത് സമുദ്രങ്ങളും പർവ്വതങ്ങളൊക്കെ കടന്ന് അങ്ങനെ ലങ്കയിൽ എത്തുകയും ലങ്കയിലേക്ക് നോക്കിയിരിക്കുന്ന സമയം, അതാണ് ഈ സന്ദർഭം. അവിടെ ലങ്കയിൽ ചുറ്റും ഒരു കോട്ട കാണുകയും അതിന് ചുറ്റും 4 ഭാഗത്തും സമുദ്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് രാക്ഷസങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ ഉണ്ട്, രാക്ഷസന്മാരുടെ. രാവണൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഹനുമാൻ ചിന്തിക്കുകയാണ്. അതായത് അത്രയും വലിയ രാക്ഷസന്മാരെയും ഒരുപാട് ആൾക്കാരെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ ലങ്കയിലേക്ക് കടക്കും എന്ന ചിന്തയിൽ ഹനുമാൻ മനസ്സ് വിചാരിക്കുകയാണ്. വളരെ ചെറിയ രൂപം കൊണ്ടിട്ട് വളരെ ചെറിയ രൂപത്തിൽ ലങ്കയിലേക്ക് കടക്കാമെന്ന് ചിന്തിക്കുന്ന സന്ദർഭമാണ്. ആ നഗരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ശരീരം കൊണ്ട് അല്ലെങ്കിൽ ഈ രൂപത്തിൽ പോയാൽ ശരിയാവില്ല, അവരൊക്കെ കണ്ടുപിടിക്കും. വളരെ തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം അദ്ദേഹം വളരെ ചെറിയ രൂപം കൊള്ളുകയും രൂപം കൊണ്ടിട്ട് ലങ്കയിലേക്ക് കടക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ദോഹയിൽ പറയുന്നത്. പുർ രഖ്വാരെ ദേക്കി ബഹു കബി മൻ കീൻ ഹി വിചാർ. ഹനുമാൻ പറയുകയാണ്, പുർ രഖ്വാരെ, പുർ മീൻസ് നഗരമാണ്. അവിടെ രഖ്വാരെ ദേക്കി ബഹു കബി, കബി മീൻസ് ഹനുമാനാണ്. ഹനുമാൻ അവിടെ ആ കോട്ടയിൽ ഒരുപാട് രാക്ഷസന്മാരെ കാവലായിട്ട് വെച്ചിട്ടുണ്ടെന്ന് കാണുകയും മൻ കീൻ ഹി വിചാർ, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത വരികയും അതി ലഘു രൂപ് ധരോ നിസി നഗർ കരോ പൈസ, വളരെ ചെറിയ രൂപം കൊണ്ടിട്ട് ആ നഗരത്തിൽ രാത്രി മീൻസ് രാത്രി, ധാരൺ കർ, വളരെ ചെറിയ രൂപം ധരിച്ച് അല്ലെങ്കിൽ രൂപം കൊണ്ടിട്ട് ആ നഗരത്തിലേക്ക് പ്രവേശിക്കാമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അതാണ് അവസാനത്തെ ദോഹയുടെ ഭാവാർത്ഥം. അപ്പോൾ ഇത്രയുമാണ് ഈ ദോഹയുടെ ഭാവാർത്ഥം. ആദ്യത്തെ ദോഹയിൽ നമ്മൾ പറഞ്ഞു സീതാദേവിയും അന്വേഷിച്ച് നമ്മുടെ ഭഗവാനായ രാമൻ്റെ, വിഷ്ണുവിൻ്റെ മനുഷ്യാവതാരമാണ് ശ്രീരാമൻ. ശ്രീരാമനെ പറ്റി നമ്മുടെ തുളസിദാസ് വളരെ മര്യാദാ പുരുഷോത്തമനും ഒക്കെ ആയിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. തുളസിദാസിൻ്റെ ശ്രീരാമചരിതമാനസത്തിൽ ആദർശവാനായ രാമൻ, ആദർശവതിയായ ഒരു പത്നി, അതുപോലെ ആദർശവാന്മാരായ അനിയന്മാർ, ജ്യേഷ്ഠൻ, രാജാവ്, സേവകൻ
അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാവരെയും വളരെ നല്ല രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. 8 അധ്യായങ്ങളിൽ ഏറ്റവും സുന്ദരമായ അധ്യായമാണ് സുന്ദരകാന്ഡം. അതുകൊണ്ടാണ് ആ അധ്യായത്തിന് സുന്ദരകാന്ഡം എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം ഈ രാമചരിത മാനസത്തിൽ പറയുന്ന അവസാനം ലങ്കയിൽ ഹനുമാൻ പ്രവേശിക്കുകയും ഹനുമാൻ രാവണൻ്റെ, രാക്ഷസ രാജാവായ രാവണൻ്റെ മക്കളിൽ ഒരാളായ വധിക്കുകയും അങ്ങനെ മറ്റൊരു മകൻ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി രാവണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ഹനുമാൻ്റെ വാലിൽ തീ കൊടുക്കുകയും അങ്ങനെ ലങ്ക ദഹനം എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെ ലങ്ക മൊത്തം നശിപ്പിക്കുകയും ചെയ്യുന്ന കഥയാണ് നമുക്ക് രാമായണത്തിലും രാമചരിതമാനസത്തിലൊക്കെ പഠിക്കുന്നത്. അത്രയ്ക്കും വളരെ ഭക്തനാണ് ഹനുമാൻ. ഈ 3 ദോഹയിലും മുഖ്യ കഥാപാത്രം ഹനുമാനാണ്. ശ്രീരാമനും സീതയും ഹനുമാനെ സംബന്ധിച്ച് സ്വന്തം പിതാവും മാതാവുമാണ്. ഗുരുവിനേക്കാളും അല്ലെങ്കിൽ പിതാവും മാതാവിനേക്കാളും അങ്ങ് എത്രയോ വലിയ സ്ഥാനമാണ് ഹനുമാൻ രണ്ടുപേർക്കും കൊടുത്തിട്ടുള്ളത്. തൻ്റെ ഹൃദയം വരെ തുറന്ന് കാണിച്ചു കൊടുത്ത സന്ദർഭമുണ്ട് രാമായണത്തിൽ. ഒരുപാട് കഥകൾ ഇതിന് പിന്നിൽ ഉണ്ട്. ഹനുമാനെ പറ്റി, രാമനെ പറ്റി, ലക്ഷ്മണനെ പറ്റി, ഭരതനെ പറ്റി, സീതയെ പറ്റി ഒരുപാട് അധ്യായങ്ങളിൽ പല സന്ദർഭങ്ങളും പലതും പഠിക്കാനും നമുക്കുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 ദോഹ നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.